നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ കാവുങ്കൽ പഞ്ചായത്ത് LP സ്കൂളിന് മുന്നിലാണ്. അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ വരയ്ക്കുന്ന ഒരു ഭാര്യയും ഭർത്താവിൻ്റെയും വിശേഷങ്ങളുമായിട്ടാണ് ഞാനിത് വന്നിരിക്കുന്നത്. ആ വർണ്ണക്കാഴ്ചകൾ നമുക്കൊന്ന് നേരിട്ട് കാണാം. ചിത്രങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഈ വർണ്ണക്കൂടാരം ഓരോ സ്കൂളിൽ നടപ്പാക്കി വരുന്നത്. എന്നാൽ ഓരോ വിഷയങ്ങളും ഓരോ മൂലയാണ്, 13 ഇടങ്ങളാണ്. ആ 13 ഇടങ്ങളും കുട്ടികൾ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ കളി ഉപകരണങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൽ കാണുന്ന ആ ഒരു പിക്ചറിലൂടെ മാത്രം പഠിക്കുന്ന ആ ഒരു ഇതാണ്. അക്ഷരങ്ങളില്ലാതെ ചിത്രങ്ങളിലൂടെ മാത്രം പഠിക്കുന്ന ഗണിത ഇടം, ശാസ്ത്ര ഇടം, വായന ഇടം, അങ്ങനെ 13 ഇടങ്ങളുണ്ട്. ചിത്രകല പഠിച്ചിട്ടില്ല, അതിൻ്റെ പോരായ്മകൾ നല്ലപോലെ ഉണ്ട്. ചേട്ടനാണ് എന്നെ ചിത്രങ്ങൾ ഇത്രയും പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ ഫുൾ സപ്പോർട്ടും ഭർത്താവിന് തന്നെ. ഞങ്ങൾ ഫാമിലിയോടെയാണ് വരയ്ക്കാനായിട്ട് പോകാറുള്ളത്. അവധി ദിവസങ്ങളിൽ മക്കളും കൂടെ കൂടാറുണ്ട്. ഈ വർക്കിനും ഫ്രണ്ടിലൊക്കെ ഒത്തിരി ചിത്രങ്ങൾ മോളുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്തു കൊടുത്തത്. കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? മക്കളും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല. ഞങ്ങളുടെ ഭാഗ്യവും കൊറോണ തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടത് ഈ ഒരു രീതിയിലേക്ക് ഉയർന്നു വരാനുള്ള എല്ലാ കാരണവും കൊറോണ തന്നെയാണ്. ഒരു അക്വേറിയത്തിൻ്റെ ഫീലാണ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്കൂൾ മൊത്തം അക്വേറിയത്തിൻ്റെ ഫീലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് വരയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ട്? ഇല്ല, അങ്ങനെ ഒരു തോന്നലേ ഇല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ കലാകുടുംബം. ചിത്രകാരനും ചിത്രകാരിയുമാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. എത്ര നാളായി ഇങ്ങനൊരു ചിത്രം വരയിലേക്ക് കടന്നിട്ട്? നമസ്കാരം. ഞാനൊരു 3 വർഷത്തോളമായി. ഇതിൻ്റെ ഫീൽഡിലേക്ക് സജീവമായിട്ട് വന്നിട്ട് 3 വർഷമായി. രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണോ തുടങ്ങിയത്? ചിത്രരചനയും മറ്റു കാര്യങ്ങളൊക്കെ തുടങ്ങിയത് ഒരുമിച്ചാണ്. പെയിൻറ്റിങ് ഫീൽഡിൽ ഏകദേശം 15 വർഷത്തോളമായി. രണ്ടുപേരും എങ്ങനെ? വീടുകളുടെ പെയിൻറ്റിംഗ് ആയിരുന്നു? വീടുകളുടെ പെയിൻറ്റിംഗ് ആയിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് തന്നെ പോയി? അല്ലല്ല, ഹസ്ബൻഡായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് പകുതിയോടെ ആയപ്പോൾ ഞാനും ഒപ്പം ചേർന്നു. ഞാൻ ചേട്ടനിൽ നിന്നാണ് കളർ ചെയ്യാനൊക്കെ പഠിച്ചത്. ഞാൻ പെൻസിൽ ഡ്രോയിങ് മാത്രമേ ചെയ്യുള്ളായിരുന്നു. ചേട്ടനോടൊപ്പം നടന്നാണ് കളർ കൂട്ടാനും എല്ലാം ആ ഒരു ഫീൽഡിലേക്ക് മാറിയത്. ശരിക്കും പെയിന്ററായ ഭർത്താവിനെ കണ്ടാണോ പെയിന്റിംഗ് പഠിച്ചത്? കളർ ചെയ്യാനായിട്ട് കളറിങ് എല്ലാം പഠിച്ചത് ചേട്ടനിൽ നിന്നാണ്. ഇത് ഏത് സമയത്തായിരുന്നു ഇങ്ങനെ തുടങ്ങിയത്? കൊറോണ കാലത്തായിരുന്നു. കൊറോണയുടെ സമയത്ത്? കൊറോണ സമയത്താണ് ഫ്രീ ടൈമിന് വരച്ചു തുടങ്ങിയത്. പിന്നീട് ഇത്തരത്തിൽ സ്കൂളുകളുടെ വർക്കൊക്കെ എടുത്ത് തുടങ്ങിയിട്ട് എത്ര നാളായി? സ്കൂളുകളുടെ വർക്ക് ഇപ്പോൾ എടുത്ത് തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷമായിട്ട് ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മിക്ക സ്കൂളുകളും, പാലക്കാട് ജില്ലയിലെ അംഗൻവാടികൾ, കൊച്ചി നഗരസഭ, കോട്ടയം ജില്ല ഒക്കെ പരമാവധി നമ്മൾ അംഗൻവാടി വർക്കുകളും സ്കൂൾ വർക്കുകളും ചെയ്യുന്നുണ്ട്. എങ്ങനെയുള്ള ചിത്രങ്ങളാണ് കൂടുതൽ വരയ്ക്കുന്നത്? ഏറ്റവും കൂടുതൽ 3D ചിത്രമാണ്. 3D ചിത്രങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് വരയ്ക്കുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നതും 3D വരയ്ക്കാനായിട്ട് 3D ചിത്രങ്ങളാണ് കൂടുതലും ആവശ്യപ്പെടുന്നത്. ഇത് ഇപ്പോൾ സ്കൂളിലെ കുഞ്ഞുങ്ങളാണ്, ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് രസകരമായ രീതിയിലേക്കുള്ള ചിത്രങ്ങളാണോ കൂടുതലും ചെയ്യാറ്? അതെ, ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വർണ്ണക്കൂടാരമാണ്. വർണ്ണക്കൂടാരം ആയിട്ട് ബന്ധപ്പെട്ടാണ്. വർണ്ണക്കൂടാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഇപ്പം ചിത്രങ്ങളിലൂടെ പഠിക്കുക എന്നുള്ളൊരു ഇതിലാണ് ഈ വർണ്ണക്കൂടാരം ഓരോ സ്കൂളിൽ നടപ്പാക്കി വരുന്നത്. എന്നാൽ ഓരോ വിഷയങ്ങളും ഓരോ മൂലയാണ്, 13 ഇടങ്ങളാണ്. ആ 13 ഇടങ്ങളും കുട്ടികൾ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ കളി ഉപകരണങ്ങളിലൂടെ അല്ലെങ്കിൽ അതിൽ കാണുന്ന ആ ഒരു പിക്ചറിലൂടെ മാത്രം പഠിക്കുന്ന ആ ഒരു ഇതാണ്. അക്ഷരങ്ങളില്ലാതെ ചിത്രങ്ങളിലൂടെ മാത്രം പഠിക്കുന്ന ഗണിത ഇടം, ശാസ്ത്ര ഇടം, വായന ഇടം, അങ്ങനെ 13 ഇടങ്ങളുണ്ട്. എങ്ങനെയുള്ള പ്രതലങ്ങളാണ് കൂടുതലും ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടുന്നത് ഇങ്ങനെ സ്കൂളിലൊക്കെ വരുമ്പോൾ? സ്കൂളുകളൊക്കെ കൂടുതലും ഭിത്തികളാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഭിത്തികൾ കൂടാതെ ഞാൻ ക്യാൻവാസിലും ചിത്രങ്ങൾ വരച്ച് നമ്മുടെ ആവശ്യക്കാർക്ക് ആവശ്യം പറയുന്ന അനുസരിച്ച് ക്യാൻവാസിലും ചിത്രം വരച്ച് കൊടുക്കാറുണ്ട്. പ്രദർശനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ചിത്ര പ്രദർശനങ്ങളിൽ പങ്കെടുക്കാറുണ്ട്. ലളിതകലാ അക്കാദമിയിൽ, ആലപ്പുഴ ലളിതകലാ അക്കാദമിയിൽ 2 വട്ടം പങ്കെടുത്തിരുന്നു. കായംകുളം ലളിതകലാ അക്കാദമിയിൽ പങ്കെടുത്തു. ദർബാർ ഹാള് എറണാകുളം, നമ്മുടെ KCP കേരള ചിത്രകലാ പരിഷത്തിൻ്റെ മഴയ ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്ത് ചിത്രങ്ങൾ വെച്ചു. അതോടൊപ്പം ഇപ്പോൾ പാലറ്റ് പീപ്പിൾ എൻ്റെ ഓണർ സിറിൽ സാറിൻ്റെ കെയർ ഓഫിൽ നമ്മളിപ്പോൾ എറണാകുളം ജില്ലയുടെ എൻ്റെ ഭൂമി എന്ന ക്യാമ്പിൽ ചിത്ര പ്രദർശനം നടക്കുന്നു. അത് നമ്മുടെ ലേ മെറിഡിയൻ ഹോട്ടൽ, ഇൻ്റർനാഷണൽ ഹോട്ടൽ ലേ മെറിഡിയനിലാണ്. 27-ാം തീയതി മുതൽ ആഗസ്റ്റ് 3-ാം തീയതി വരെ എൻ്റെ ചിത്രങ്ങളവിടെ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്.
ശരിക്കും ചിത്രം വരയ്ക്കാൻ കഴിയുമെന്ന് ആരാ തിരിച്ചറിഞ്ഞത്? ഭർത്താവാണോ ഭാര്യയാണോ? എങ്ങനെ മനസ്സിലായി എനിക്ക് വരയ്ക്കാൻ പറ്റുമെന്ന്? കാരണം നിങ്ങൾ അല്ലാതെ വരയ്ക്കാൻ പഠിച്ചിട്ടില്ലല്ലോ നേരത്തെ. പഠിച്ചിട്ടില്ല, ചിത്രകല പഠിച്ചിട്ടില്ല. അതിൻ്റെ പോരായ്മകൾ നല്ലപോലെ ഉണ്ട്. ചേട്ടനാണ് എനിക്ക് എന്നെ ചിത്രങ്ങൾ ഇത്രയും പ്രോത്സാഹിപ്പിച്ചതും ഈ ഒരു ലെവലിലേക്ക് എന്നെ എത്തിച്ചതിൻ്റെ ഫുൾ സപ്പോർട്ടും ഭർത്താവിന് തന്നെയാണ്. ഇത് പറഞ്ഞു പറയിക്കൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, സത്യം. ഇവർ വരയ്ക്കുന്ന ചിത്രങ്ങൾ അതിമനോഹരങ്ങളെന്നും പറഞ്ഞാൽ പോരാ, അതീവ മനോഹരങ്ങളാണ്. ഇങ്ങനെ ഈ ഒരു വര മാത്രമല്ല, ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രങ്ങൾ, ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ ഉൾപ്പെടെ വരച്ചു വെച്ചിരിക്കുന്ന നമുക്ക് ആ കാഴ്ചയിലേക്ക് പോകാം. വളരെ വ്യത്യസ്തമായിട്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസും പെയിൻറ്റും ഒക്കെ ചേർത്തിട്ട് ഒരു വ്യത്യസ്തമായ ഒരു ചിത്രരചന കണ്ടല്ലോ, എന്താണത്? പുട്ടി വർക്ക് ചെയ്യാറുണ്ട്. പുട്ടിയിൽ നമ്മൾ രൂപങ്ങൾ ഭിത്തിയിലാണെങ്കിലും ചെയ്യാറുണ്ട്. അത് ഒത്തിരി നാളായി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ക്യാൻവാസിൽ ഞാൻ ആദ്യമായിട്ടാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസും പുട്ടിയും കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അത് എന്തെങ്കിലും ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതാണോ അതോ? അത് നമുക്ക് ഗൾഫിൽ നിന്നുള്ളൊരു ഓർഡർ ആയിരുന്നു. കണ്ണൂരിൽ നിന്നുള്ളൊരു കസ്റ്റമറാണ്. തിരുവനന്തപുരത്തേക്ക് പുള്ളിക്കൊരു ഗിഫ്റ്റ് കൊടുക്കാനായിട്ട്, ഒരു പരവാസ്വലിക്കായിട്ട് ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണ് 2 ചിത്രങ്ങൾ വരപ്പിച്ചത്. നിങ്ങൾ ഭാര്യയും ഭർത്താവും വരയ്ക്കാൻ വരുന്നു, വലിയൊരിടത്ത് സ്കൂളിൽ വലിയൊരു ഒത്തിരി ഭാഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടും വെച്ച് ഇത് വരച്ച് തീരുമോ? ഇല്ല, ഞങ്ങൾ ഫാമിലിയോടെയാണ് വരയ്ക്കാനായിട്ട് പോകാറുള്ളത്. അവധി ദിവസങ്ങളിൽ മക്കളും കൂടെ കൂടാറുണ്ട്. ഈ വർക്കിനും ഫ്രണ്ടിലൊക്കെ ഒത്തിരി ചിത്രങ്ങൾ മോളുടെ സഹായത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്തു തീർത്തത്. എത്ര മക്കളാണ് ഉള്ളത്? 2 മക്കളാണ്. ഈ രണ്ടുപേരും വരയ്ക്കും. അതോടൊപ്പം നമുക്ക് സ്റ്റാഫുണ്ട്, വർക്കേഴ്സ്. നമുക്കൊരു 13 പേരോളം എൻ്റെ കൂടൊപ്പം ഉണ്ടായിരുന്നു. ഞാൻ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ വർക്ക് ആലപ്പുഴ ജില്ലയുടെ മുഴുവനും ഹോസ്പിറ്റലുകൾ എടുത്ത് ചെയ്തിരുന്നു. ആയുഷ്മാൻ ഭാരതിൻ്റെ വർക്ക് എടുത്ത് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയം മുതൽ 4 വർഷമായിട്ട് എന്നോടൊപ്പമുള്ള വർക്കേഴ്സ് ഇപ്പോഴും എന്നോടൊപ്പം തന്നെയുണ്ട്. എങ്കിലും കൂടുതലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചു തീർക്കുന്നത്. അതെ, പരമാവധി എല്ലായിടത്തും നമ്മളുടെ കയ്യൊപ്പ് തന്നെയാണ്. സ്കൂളുകളാണെങ്കിലും വരുമ്പോൾ നമ്മളുടേതായ ചിത്രങ്ങളാണ് നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതും ചിത്രങ്ങൾ ഇടുന്നതും നമ്മൾ തന്നെയാണ് കൂടുതലും പരമാവധി. ഈ കുഞ്ഞുങ്ങളെ വരയ്ക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടോ? എങ്ങനെയാ? പഠിപ്പിച്ചിട്ടില്ല, മക്കളും പഠിച്ചിട്ടില്ല, ഞാനും പഠിച്ചിട്ടില്ല, മക്കളെയും പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ ഈ വരയ്ക്കുമ്പോൾ ഇതിൻ്റെ ഒരു അനാട്ടമി ഒക്കെ ഉണ്ടല്ലോ. ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഇപ്പോൾ ഒരു ആളിൻ്റെ പടമാണ് വരയ്ക്കുന്നതെങ്കിൽ അതിനൊരു അനാട്ടമി ഉണ്ടാവും ചിത്രം വരയ്ക്കുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണ് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്? കൃത്യമാക്കാൻ ശ്രമിക്കാറുണ്ടോ? നേരത്തെ വരാൻ സാധ്യതയുണ്ടോ? അതെ, ഒത്തിരി പോരായ്മകൾ നേരത്തെ എൻ്റെ ചിത്രങ്ങളിൽ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമുക്ക് പഠിക്കാത്തതിൻ്റെ പോരായ്മകൾ നല്ലപോലെ ഉണ്ടായിരുന്നു. പക്ഷേ ജന്മസിദ്ധമായ കഴിവാണോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും പരമാവധി നമ്മളുടെ കയ്യിൽ ഒരു ചിത്രം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനാലിറ്റി കൊണ്ടുവരാനായിട്ട് പരമാവധി ശ്രമിക്കാറുണ്ട്. ശരിക്കും കൊറോണ വന്നതൊരു ഉപകാരമായിട്ട് തോന്നിയിട്ടുണ്ടോ? അതെ, ഞങ്ങളുടെ ഭാഗ്യവും കൊറോണ തന്നെയാണ്. ഞങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടത്, ഈ ഒരു രീതിയിലേക്ക് ഉയർന്നു വരാനുള്ള എല്ലാ കാരണവും കൊറോണ തന്നെയാണ്. കൊറോണ കാലത്ത് വീട്ടിൽ അടച്ചിരുന്ന സമയത്താണ് നമ്മളിങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് തിരിഞ്ഞത്. എപ്പോഴെങ്കിലും കരുതിയിരുന്നു ഇങ്ങനെ സ്കൂളുകളിലൊക്കെ പോയി വരച്ച് ഇത്രയും ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിയുമെന്ന് കരുതിയിരുന്നു? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കാതെ കിട്ടിയ അവസരങ്ങളാണ് നമുക്കിതെല്ലാം. ഒത്തിരി ഇപ്പോൾ ഏകദേശം ആലപ്പുഴ ജില്ലയിൽ ഇപ്പം തന്നെ വർണ്ണക്കൂടാരം ഏകദേശം 13 സ്കൂളുകളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഓരോ സ്കൂളുകളുമായിട്ട് കോൺടാക്ട് ചെയ്ത് കൊട്ടേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾറെഡി 2 സ്കൂളിൽ ഒരേ സമയമാണ് വർക്ക് നടക്കുന്നത്. പൊക്ലാശ്ശേരിയും നമ്മളുടെ കാവുങ്കൽ സ്കൂളുമാണ് ഇപ്പോൾ ഒരേ സമയം വർക്ക് നടക്കുന്നത്. അടുത്ത ആഴ്ച പുത്തൻചന്ത തുറവൂർ പഞ്ചായത്ത് സ്കൂള് നമ്മൾ വർക്ക് തുടങ്ങി. എങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കാനാണ് സ്കൂളുകൾ ആവശ്യപ്പെടുക? സ്കൂളുകളിൽ വിഷയമാണ് നമുക്ക്. ഞാനിവിടെ വന്നപ്പം ഒന്ന് പുറത്തൊരു എന്താ പറയുക, ഒരു കായലിൻ്റെ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെ ഒരു കൂട്ടത്തിൻ്റെ ഒരു ചിത്രം കണ്ടു, അകത്തൊരു കടുവയുടെ ചിത്രം കണ്ടു. ഇപ്പം നിങ്ങൾ മയിലിനെ വരയ്ക്കുന്നു. അത് നമ്മൾ പുറത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടതാണ്. നമ്മളൊരു ഒരു സ്കൂൾ ആ ഒരു ബ്ലോക്ക് മുഴുവനും നമ്മൾ അക്വേറിയം ആക്കിയിരിക്കുകയും ഒരു അക്വേറിയത്തിൻ്റെ ഫീലാണ്. നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു സ്കൂൾ മൊത്തം അക്വേറിയത്തിൻ്റെ ഫീലിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ പിന്നെ മെട്രോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചന്ദ്രൂർ സ്കൂളിൽ മെട്രോ ചെയ്തായിരുന്നു. അത് നമ്മളുടെ ആശയം നമ്മൾ ടീച്ചേഴ്സുമായിട്ട് പങ്കുവെക്കും. അവർക്കത് ആപ്റ്റാണെങ്കിൽ ഉടനെ നമ്മളത് ചെയ്യുകയാണ്. ഇപ്പോൾ കടുവയൊക്കെ വരച്ചതെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേശീയ മൃഗം, ദേശീയ പക്ഷി, അതൊക്കെ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ വിഷയങ്ങൾ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ വായനാ ഇടം, ഹരിതോദ്യാനം, അങ്ങനെ ഓരോന്ന് അതെല്ലാം ചിത്രീകരിക്കണം നമ്മൾ.
ചിത്രങ്ങളായിട്ട് തന്നെ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയാണ്, ഓരോ ജില്ലയ്ക്കും ജില്ലയുടെ പ്രത്യേകതയുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ആലപ്പുഴയുടെ എന്തൊക്കെ, ഇപ്പോൾ കയറിൻ്റെ നാടാണ്, അങ്ങനെ ഓരോ പ്രത്യേകതകൾ ഓരോ ജില്ലയ്ക്കുണ്ട്. നിങ്ങൾ ആലപ്പുഴയെക്കുറിച്ച് വരയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുള്ളത്? നമ്മൾ അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ സ്കൂൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ആ രീതിയിലാണ്. നമ്മുടെ ഹരിതോദ്യാനത്തിൽ വരുന്നത് കായലും ഹൗസ് ബോട്ടുമാണ്, മതിലേ വരുന്നത് കായലും ഹൗസ് ബോട്ടുമാണ്. അപ്പോൾ മുഹമ്മയാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് നമ്മളുടെ ആ സ്കൂളുകളിൽ നമ്മൾ അടയാളപ്പെടുത്തി തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എത്രയിൽ പഠിക്കണം? മൂത്ത ആൾ ഇപ്പോൾ +1 പഠിക്കുന്നു, ഇളയാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ടു മക്കളിരുന്ന് വരയ്ക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ മക്കളും അച്ഛൻ്റെ അമ്മയുടെയും വഴിയിൽ തന്നെയാണല്ലേ? അതെ അതെ അതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു കലാകുടുംബം. ഏറ്റവും കൂടുതൽ സന്തോഷം നമുക്ക് ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. ഹസ്ബൻഡ് ഭയങ്കര പിന്തുണയാന്ന് പറഞ്ഞു. ഇതിൻ്റെ ഔട്ട്ലൈനൊക്കെ ഹസ്ബൻഡ് ഇട്ട് തരുമോ? എങ്ങനെയാണ്? അതോ രണ്ടുപേരും ചേർന്നാണോ ചെയ്യാറുള്ളത്? മൊത്തം പെയിൻറ്റിങ് മുഴുവനും ചേട്ടനാണ്. പെയിൻറ്റിങ്ങിലാണെങ്കിൽ ഞാൻ കൂടെ സഹായിക്കാറുണ്ട്. കമ്പ്രസർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമ്മളെല്ലാം വർക്കുകളെല്ലാം ഫുൾ സപ്പോർട്ടോടെ രണ്ടുപേരും ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം നമ്മളൊരു ചിത്രം വരച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ്. ഞാൻ കണ്ടു. ഇപ്പം എന്തൊക്കെ മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് പെയിൻറ്റിൽ? നമ്മൾ കൂടുതൽ എമർഷനും അക്രലിക്കും ആണ് ഏറ്റവും കൂടുതൽ. ചിത്രങ്ങളിൽ പരമാവധി നമ്മൾ അക്രലിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. കാരണം അത്രയും മെറ്റാലിക് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു ചിത്രം, പ്രത്യേകതരം ഒരു ചിത്രം ചെയ്യുന്നുണ്ടോ? ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസോ അത് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ബ്രഷ് അല്ല ഉപയോഗിക്കുന്നത്, എന്ത് നെയ്ഫാണ്. നെയ്ഫ് ആർട്ടാണത്. നെയ്ഫ് കൊണ്ടാണത് പരമാവധി മൊത്തം ചെയ്തിരിക്കുന്നത്, നെയ്ഫ് വെച്ചാണ്. അത്തരത്തിലൊരു ചിത്രം വരച്ച് തീരാൻ എത്ര സമയം എടുക്കും? എത്ര ദിവസം? ഞാൻ ഏകദേശം ഒരു 3 ദിവസം എടുത്തു അത് തീർക്കാൻ വേണ്ടിയിട്ട്. 3 ദിവസം ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ വെച്ചൊക്കെ ഇരുന്ന് 3 ദിവസം എടുത്ത്. ഇത് വരയ്ക്കുമ്പോഴേ എപ്പോഴെങ്കിലും മടുപ്പ് തോന്നിയിട്ടുണ്ടോ? കാരണം ഒത്തിരി സമയം ഇതിനു വേണ്ടി ചെലവഴിക്കുക. ഇല്ല, അങ്ങനെ ഒരു തോന്നലേ ഇല്ല. എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ അത് ആഗ്രഹം കൂടുതലായ കൊണ്ടായിരിക്കാം. കുഞ്ഞുനാൾ മുതലേ വരയ്ക്കാൻ പഠിക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഇപ്പോഴും സാധിക്കാതെ ഇരിക്കുന്നതും അത് തന്നെയാണ്. പഠിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. വീടിൻ്റെ ഭിത്തി മൊത്തം ചിത്രങ്ങളാണെന്നറിയാം. അതെ. ഇത് സാധാരണ വീടുകളിൽ ഇങ്ങനെയൊക്കെ ചിത്രം വരച്ചാൽ പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരുള്ളതാണ്. ഇത് ആദ്യം ഈ ഭിത്തിയിൽ വരച്ചു തുടങ്ങിയപ്പോൾ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല, ചേട്ടനാണ് എനിക്ക് ആ ഒരു പ്രതലം കാണിച്ചു തന്നതും. ആ വീട് മുഴുവൻ, അതായത് പുതിയതായിട്ടൊരു വീട് വെച്ചിട്ട് ആ വീടിൻ്റെ ഭിത്തി മുഴുവൻ എനിക്ക് വിട്ടു തന്നത് ചേട്ടനാ. അതായത് നിങ്ങൾ വീട്ടിലെ ഭിത്തിയിൽ വരച്ചു തുടങ്ങിയതാണ്. അടുക്കളയിൽ നിന്ന് തുടങ്ങി, സിറ്റ് ഔട്ടിൽ തുടങ്ങി, വീടിന് ചുറ്റും ചിത്രങ്ങൾ വരച്ചു. വളരെ രസകരമായ ഒരു വീടാക്കി മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരു തൊഴിലായിട്ട് സ്വീകരിക്കാം. രാവിലെ എങ്ങനെയാ? രാവിലെ എഴുന്നേൽക്കുമ്പോഴേ ചിത്രത്തിന്റെ പ്രോഗ്രാമിനൊക്കെ ഇറങ്ങാണ്. അതെല്ലാത്തിനും ഫുൾ സപ്പോർട്ടാ. എല്ലാത്തിനും ഞാൻ രണ്ടുപേരും കൂടി, മക്കളുടെ കാര്യമാണെങ്കിലും വീട്ടിലെ കാര്യമാണ്, എല്ലാ കാര്യങ്ങളും രണ്ടുപേരും കൂടി ചെയ്ത് മക്കളെ സ്കൂളിൽ വിട്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങും. വർക്കേഴ്സ് നമ്മളുടെ കൂടെ ഉള്ളപ്പോൾ അവർക്കുള്ള ഫുഡ് കൂടി കൊണ്ടാണ് നമ്മൾ എല്ലാം. നമ്മളുടെ ഫുൾ സപ്പോർട്ട്. ഞാൻ എങ്ങനെയാണോ അവരുടെ കൂടെ നിൽക്കുന്നത് ആ ഒരു സപ്പോർട്ട് എനിക്ക് അവരിൽ നിന്നും കിട്ടാറുണ്ട്. നമ്മളെ ഈ നാട്ടിൽ, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ പറയേണ്ടത് തൊഴിലില്ലായ്മയുടെ ഒരു ഭയങ്കര ഇതാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ എന്ത് തൊഴിൽ ചെയ്ത് ജീവിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി പോകുന്നവരുണ്ട്, മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തുടങ്ങിയ ഒരു കലാപ്രവർത്തനം, അത് നിങ്ങൾ ഇപ്പോൾ ഈ ആലപ്പുഴ ജില്ല മൊത്തം നിങ്ങൾ വ്യാപിപ്പിച്ചു, കേരളത്തിൻ്റെ വിവിധ ഇടങ്ങളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റി അല്ലേ? അതെ, അത് വളരെ വലിയൊരു കാര്യമാണ്. 18 പേര് വരെ ചെയ്ത ദിവസങ്ങളും ഉണ്ട്. നമ്മളിപ്പോൾ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ജില്ലയുടെ മൊത്തമാണ് എടുത്തത്. ജൽജീവൻ എടുത്തത് ഞാൻ 39 പഞ്ചായത്തിൻ്റെ എടുത്തത്. അതിൽ 13 പഞ്ചായത്ത് വർക്ക് പൂർത്തിയായി കഴിഞ്ഞു. അത് ആ വർക്കുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ അവർക്ക് നമുക്ക് ആ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞത് വളരെ വലിയൊരു കാര്യമായിട്ടാണ് നമുക്ക്. 18 കുടുംബങ്ങളാണ് ജീവിക്കുന്നത്. അതെ 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 അതെ. അത്രയും കുടുംബങ്ങളെ ഒരുമിപ്പിച്ച് നിർത്താൻ പറ്റി, തൊഴിൽ കൊടുക്കാൻ പറ്റി അല്ലേ? അതെ അതെ. ഞങ്ങളെ സംബന്ധിച്ച് നല്ലൊരു സന്തോഷം തരുന്ന കാര്യം. നമ്മുടെ ഒപ്പം അത്രയും പേർക്ക് വർക്ക് കിട്ടുമല്ലോ. ഇതിപ്പോൾ നിങ്ങളിപ്പം ചിത്രകലയുടെ ലോകത്താണ്, ചിത്രത്തിൻ്റെ ലോകത്താണ്. ചിത്രങ്ങൾ വരയ്ക്കാനും ഓരോരുത്തരും ഓരോ ദിവസവും പുതുമയേറിയ ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇതാരെങ്കിലും പഠിപ്പിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾക്കിത് പഠിക്കണമെന്ന് തോന്നിയിട്ടുണ്ടോ? ചിത്രകല പഠിച്ചിട്ടില്ല,
എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. പഠിക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് ഞാൻ കഴിഞ്ഞ വിദ്യാരംഭത്തിന് ഞാൻ രാകേഷ് അൻസേര സാറിൻ്റെ അടുത്ത് ചെന്ന് ചേർന്നു. സാറ് വളരെ സപ്പോർട്ടാണ് നമുക്ക്. അഥവാ നമുക്കൊന്ന് ക്ലാസ്സിന് ചെല്ലാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് എന്ത് കാര്യം, എന്ത് സംശയം ഉണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരികയും വളരെ സപ്പോർട്ടോടുകൂടിയാണ് സാറ് നിൽക്കണം. ഇതുവരെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിരുന്ന് പഠിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. അത് വളരെ വലിയ സങ്കടമാണ്. മക്കളെയും ഞാൻ ചേർത്തിരുന്നു സാറിൻ്റെ അടുത്ത് ശിഷ്യരായിട്ട്. പക്ഷേ ഇതുവരെ ക്ലാസ്സിൽ പോകാനും പറ്റിയിട്ടില്ല. ഞായറാഴ്ചകളിലും നമ്മൾക്ക് വർക്കാണ്. എന്തുകൊണ്ടാണ് ഭാര്യ ചിത്രകലയുടെ ഒരു ലോകത്തേക്ക് ഇറക്കിയത്? കാരണം നിങ്ങൾ പെയിന്റർ ആയിരുന്നു, ഭാര്യയ്ക്ക് വേറൊരു ജോലി ഉണ്ടായിരുന്നു, അതിൽ നിന്നാണ് ഇങ്ങോട്ട് മാറിയത്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? തയ്യൽ ബ്യൂട്ടീഷ്യൻ ബ്യൂട്ടീഷ്യൻ വർക്ക് ചെയ്യുമായിരുന്നു. അതും പഠിച്ചിട്ടില്ല. നമ്മൾ ഒരു 10-100 ചിലാനം പെണ്ണുങ്ങളെ കല്യാണം ബ്രൈഡലൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അപ്പോൾ അതിനിടക്കാണ് തയ്യലിലായിട്ട് തിരിഞ്ഞത്. തയ്യലിരുന്നൊരു 4 മെഷീൻ വിട്ടൊരു ഷോപ്പ് എടുത്ത് കുറേ ഡ്രോയിങ്ങിന് പിള്ളേർ അവിടെ ഇരുന്നിട്ട് തന്നെ പഠിപ്പിക്കാനും ഡ്രോയിങ് ക്ലാസ് എടുക്കാമെന്നാണ്, തയ്യൽ പഠിപ്പിക്കാനും വേണ്ടിയിട്ട്. അതിടക്കാണ് ഞങ്ങൾക്ക് പാലക്കാട് കുറച്ച് അംഗനവാടിയുടെ വർക്ക് വന്നത്. അങ്ങനെ കുടുംബസമേതം സ്കൂളുകാരുടെ സപ്പോർട്ടോടുകൂടിയാണ് മക്കളെ കൂടി കൂട്ടി അവിടെ അംഗനവാടിയിൽ താമസിച്ചാണ് ആ വർക്ക് ചെയ്തത്. അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി കുടുംബമായിട്ട് പോയിട്ട് ഓരോ അംഗനവാടിയിലും താമസിച്ച് 2 ദിവസം 3 ദിവസമൊക്കെ താമസിച്ചിട്ടാണ് ആ വർക്ക് തീർത്ത് അടുത്ത അംഗനവാടിയിലോട്ട് പോകുന്നത്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് പിന്നെയാണ് സർക്കാരിൻ്റെ നേരെ ജൽജീവൻ മിഷൻ്റെ വർക്ക് വന്ന് വൈഫിനെ തേടി വന്നത്. കുടുംബശ്രീ ജില്ലാ മിഷനാണ് ആ വർക്ക് ഏൽപ്പിച്ചത്. അത് ആലപ്പുഴ ജില്ലയുടെ 38 പഞ്ചായത്തോളം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് ആയുഷ്മാൻ ഭാരതിൻ്റെ വർക്ക് വന്നു. പിന്നെ ക്ഷേത്രങ്ങളുടെ വർക്കൊക്കെ ഉണ്ട്. ക്ഷേത്രങ്ങളുടെ എന്ത് വർക്കാണ് ചെയ്യുന്നത്? ക്ഷേത്രങ്ങളുടെ വർക്ക് നമ്മൾ അവർ പറയുന്ന ചിത്രങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. നമ്മൾ ആലപ്പുഴ ഏയൻപുരം ക്ഷേത്രം ഗോപുരം ചെയ്തായിരുന്നു. ശില്പങ്ങൾ പെയിന്റ് ചെയ്യാറുണ്ട്. ശില്പങ്ങളൊക്കെ പിന്നെ പുത്തനമ്പല ക്ഷേത്രത്തിന്റെ ചിത്രം വരച്ചായിരുന്നു. അവിടെ 2 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് വരയ്ക്കുന്നുണ്ട്. ഈ മതിലുകളിൽ വരയ്ക്കുന്നതല്ലാതെ ശില്പങ്ങൾ ചെയ്യും. എന്ത് പെയിന്റാണ് ഈ ശില്പങ്ങൾ ഉപയോഗിക്കുന്നത്? മെറ്റാലിക്കിലാണ് ശില്പങ്ങൾ ചെയ്യുന്നത്. ക്ഷേത്രത്തിന്റെ കവാടങ്ങളിലുള്ള ശില്പങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. ഭരണങ്ങാനം ചെയ്തായിരുന്നു. അവിടെ ഒരു ഗണപതിനെയും കൃഷ്ണനെയും ചെയ്തു. പിന്നെ ഏൻപുര ക്ഷേത്രം ചെയ്തു. TD തിരുമല ദേവസ്വത്തിന്റെ തുറവൂർ ക്ഷേത്രം ചെയ്തു. ഇതിപ്പോ ഓരോ ആൾക്കാരെ അറിഞ്ഞു വിളിക്കുകയാണോ? എങ്ങനെയാണ്? നിങ്ങൾക്ക് പരസ്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വിളിക്കുന്ന പരസ്പരം ആൾക്കാർ പറഞ്ഞറിയുക, അങ്ങനെ വിളിക്കുന്നു. സപ്താഹത്തിൻ്റെ രുക്മിണി കൃഷ്ണനെയൊക്കെ പ്രതിമകൾ ചെയ്യാൻ വിളിക്കും. സപ്താഹത്തിൻ്റെ അതിനകത്തല്ല, പ്രതിമയിൽ വലിയ പ്രതിമകൾ അതിനൊക്കെ കളർ ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അങ്ങനെ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടുകളിൽ പൂജാമുറിയിലിരിക്കുന്ന പ്രതിമകൾ. വീടുകളുടെ പെയിന്റിംഗ് ചെയ്യുന്നുണ്ടോ? ആ വീടുകളിൽ ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്യുന്നത്. വീടുകളിൽ മക്കളും കൂടെ കൂടുമല്ലേ? മെഷീൻ എടുത്ത് കഴുകണ കംപ്രസർ മെഷീൻ എടുത്ത് ചെയ്യും. എയർ കംപ്രസർ സ്പ്രേ പെയിന്റിങ്ങിൻ്റെയും ചെയ്യും. റോൾ ചെയ്യും. എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ സ്കൂളുകളിലൊക്കെ നമ്മൾ ബ്രഷ് ഉപയോഗിച്ചാണോ ചെയ്യുന്നത്, അതോ റോളറാണോ, കംപ്രസറാണോ? എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിച്ചാണ് പരമാവധി. പിന്നെ കംപ്രസറും കൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീൽ, നമുക്ക് ഇപ്പൊ ഈ ഇതിനകം മുഴുവൻ ഈ ഒരു ഫീൽ ഇടണം. ചെടിയുടെയൊക്കെ ഫീല് നമ്മൾ കൊണ്ടുവരുന്നതും ചിത്രങ്ങൾ കൂടുതൽ ഇപ്പൊ കമ്പൽസറി ഉപയോഗിച്ച് വരച്ചിട്ടാണ്. ഈ ചിത്രം വരയ്ക്കാത്ത ഒരാൾ ചിത്രം വരയ്ക്കാൻ പഠിക്കാത്ത ഒരാൾ എങ്ങനെയാണ് ഈ കംപ്രസർ വെച്ച് വരയ്ക്കുന്നത്? കംപ്രസർ വെച്ച് വരയ്ക്കുന്നത് പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമല്ലേ? കംപ്രസർ വെച്ച് നമ്മൾ ഉപയോഗിച്ച് ചിത്രം സ്കെച്ച് ഇട്ടിട്ട് അതിൽ വെക്കണം. അതിൻ്റെ ഫുൾ പെൻഗണ്ണല്ല, നമ്മൾ സാധാ കംപ്രസറാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫീൽ അടിച്ചിട്ടാണ് ചെറിയ ചിത്രങ്ങളൊക്കെ അതിനകത്ത് കൂടി വരച്ച് പിടിക്കുന്നത്, സ്കെച്ച് ഇട്ട് വെച്ച്. ഇതിപ്പോ ഇനിയിപ്പോ തീർക്കാനുള്ള ചിത്രമാണ്. ശരി, ഓക്കെ. അതിമനോഹരങ്ങളായ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ചിത്രകലയുടെ ലോകത്ത് ഈ ദമ്പതികൾ മുന്നേറുകയാണ്. ഇവർക്ക് എല്ലാവിധ ആശംസകളും. നന്ദി.